ചുരുളി സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് നടൻ ജോജുവിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ജോജുവിന് സിനിമയിൽ നൽകിയ പ്രതിഫല കണക്കുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ് പിൻവലിച്ചത്. സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് പുറത്തുവിടണമെന്ന് ജോജു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ലിജോ ഫേസ്ബുക്ക് പോസ്റ്റ് നീക്കിയത്. സിനിമയിൽ ജോജുവിന് 5 ലക്ഷത്തിലേറെ രൂപ നൽകിയതിന്റെ രേഖകളാണ് ലിജോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ പ്രശ്നം ഇരുവരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതോ കൂടുതൽ തെളിവുകളുമായി? നേരത്തെ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ ജോജു വെല്ലുവിളിച്ചിരുന്നു. കൃത്യമായ തെളിവുകൾ, രേഖകളടക്കം പുറത്തുവിടണമെന്ന്, ഇതിൻ്റെ എഗ്രിമെൻ്റ് പുറത്തുവിടണമെന്ന് വെല്ലുവിളിച്ചിരുന്നു. ഒരുപക്ഷെ ഇനി ഇതുമായി ബന്ധപ്പെട്ട അത്തരം എഗ്രിമെൻ്റൊക്കെ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? പോസ്റ്റ് ലിജോ ജോസ് പെല്ലിശ്ശേരി പിൻവലിച്ച സാഹചര്യത്തിൽ ഈ ഒരു വിവാദം ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം ചിലപ്പോൾ ഈ പ്രസ് മീറ്റിനൊക്കെ ശേഷം ഇവർ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഇവർക്കിടയിലെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടാകുമെന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ, കൂടുതൽ വിവാദങ്ങളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയായിരിക്കും ചിത്രത്തിന്റെ സംവിധായകനും നടനും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ പോസ്റ്റും പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ജോജു ഈ സിനിമയെക്കുറിച്ചുള്ള പരാമർശം നടത്തിയത്. 2 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഇതിൽ ഈ തെറി ഭാഷ താൻ ഉപയോഗിച്ചത് ഈ സിനിമയിലേക്ക് ഫെസ്റ്റിവലിനെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു താൻ ഇതിൽ അഭിനയിച്ചത്. പിന്നീട് ഇത് അല്ലാതെ റിലീസ് ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നില്ല. അല്ലാതെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി തെറിയില്ലാത്ത ഭാഗവും താൻ ഡബ് ചെയ്തിരുന്നു. പക്ഷെ ഇത് പുറത്തു വന്നപ്പോൾ തനിക്ക് ഏറെ വിഷമം ഉണ്ടാക്കി. ഒപ്പം ഇതിന് തനിക്ക് പേയ്മെന്റ് പോലും നൽകിയിരുന്നില്ല, ശമ്പളം പോലും നൽകിയിരുന്നില്ല എന്നുകൂടി ജോജു ഒരു ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി സംവിധായകൻ രംഗത്തെത്തിയത്. നിർമ്മാതാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ, അതായത് ജോജുവിന്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ചെമ്പൻ വിനോദും ലിജോ ജോസ് പെല്ലിശ്ശേരിയും തന്നെയാണ് സിനിമ നിർമ്മിച്ചത്. അവർക്ക് വിഷമമുണ്ടായി. ഈ സിനിമയിൽ ജോജു എത്ര രൂപയാണോ വാങ്ങിയത് അതിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അപ്പം ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല ഈ സിനിമയിൽ അഭിനയിപ്പിച്ചത്. ഹൈക്കോടതി വരെ സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചതെന്നൊക്കെയുള്ള വിശദീകരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ലിജോ പോസ്റ്റ് ചെയ്തിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ട് വീണ്ടും ജോജു തനിക്കുണ്ടായ വിഷമത്തെക്കുറിച്ച് പറഞ്ഞത്. തന്റെ മകളടക്കം ഈ സിനിമയിൽ അഭിനയിച്ചത് എന്തിനെന്ന് ചോദിച്ചു. കുടുംബത്തിനേറെ വിഷമം ഉണ്ടാക്കി. ഇപ്പോഴും താൻ അതിന്റെ ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്ന തരത്തിൽ പരാമർശം നടത്തുകയും ഒപ്പം ഈ സിനിമയിൽ കരാറ് ഒപ്പിടുന്ന സമയത്ത് തനിക്ക് പേയ്മെന്റ് ഒന്നും തന്നെ നൽകിയിരുന്നില്ല. ആ കരാറ് പുറത്തുവിടണമെന്ന വെല്ലുവിളി കൂടി ജോജു ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിന് മറുപടി നൽകാതെ ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജോജു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കുറ്റസമ്മതം നടത്തിയിരുന്നു. ആ സിനിമ ചെയ്യേണ്ടിയിരുന്നില്ല, തൻ്റെ മക്കൾക്കുൾപ്പെടെ അത് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ നവമി സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള അസഭ്യ വർഷമായിരുന്നു ആ ചിത്രത്തിനുണ്ടായിരുന്നത്. അത് ഈ പറയുന്ന ഫിലിം ഫെസ്റ്റിവലിന് വേണ്ടിയാണ് ആ ഭാഗം ചിത്രീകരിച്ചതെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ചതി നടത്തിയതാണോ? അതായത് തൻ്റെ അനുമതി ഇല്ലാതെ അത് OTT-ലടക്കം പ്രദർശിപ്പിച്ചതാണോ ജോജുവിന് ബുദ്ധിമുട്ടുണ്ടാക്കിയത്? അതോ പ്രതിഫലം, ജോജു ഉദ്ദേശിച്ച പ്രതിഫലം? കാരണം സിനിമ ഒരു പരിധിവരെ വലിയ രീതിയിൽ കളക്ഷൻ നേടിയതാണ്. ആ ഒരു പ്രതിഫലം, അതിൻ്റെ ലാഭവിഹിതം നൽകാത്തതായിരുന്നോ ജോജുവിനെ സംബന്ധിച്ച്? അതായത് ഇപ്പോഴത്തെ ഈ ഒരു ചുരുളി സിനിമാ വിവാദത്തിന് കാരണം? ജോജു തുടക്കം മുതൽ പറയുന്നത് തനിക്ക് പൈസ തരാത്തതല്ല തന്റെ പ്രശ്നം, മറിച്ച് തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ എത്തില്ല, അല്ലെങ്കിൽ OTT-യിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തില്ല, മറിച്ച് ഫെസ്റ്റിവലിന് മാത്രമാണ് ഇത് പ്രദർശിപ്പിക്കുക. അതിൽ ഈ പറയുന്ന മോശം പദപ്രയോഗങ്ങളോട് കൂടിയിട്ടുള്ള സിനിമ തന്നെ ആയിരിക്കും ഫെസ്റ്റിവലിൽ എത്തുക. അതായത് IFFK-യിലായിരുന്നു ആദ്യം ഇത് പ്രദർശിപ്പിച്ചത്. അത് ഫെസ്റ്റിവലുകളിലേക്ക് മാത്രമാണ് ഈ ഒരു സിനിമ എടുക്കുന്നത്. മറിച്ച് OTT-യിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ എത്തുമ്പോഴേക്കും അതിനെ ഈ അശ്ലീല പദപ്രയോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗമായിരിക്കും തിയേറ്ററുകളിൽ എത്തുക, പ്രേക്ഷകരിലേക്ക് എത്തുക എന്നതായിരുന്നു ജോജുവിനെ മനസ്സിലാക്കിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. പിന്നീട് ഈ ഫെസ്റ്റിവലിന് ശേഷം ഈ സിനിമ OTT-യിലാണ് റിലീസ് ചെയ്തത്. ആ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. OTT-യിലൂടെ റിലീസ് ചെയ്തതാണ് വലിയ വിവാദമാകുകയും ഇത്രയേറെ മോശം പദപ്രയോഗങ്ങൾ ഉള്ളതിൽ ഹൈക്കോടതി വരെ ഇതിന്റെ ഒരു കേസ് പോകുന്ന ഒരു സാഹചര്യമൊക്കെ
ഉണ്ടായത്. അതും സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയായിരുന്നു വന്നത്. ജോജു പറയുന്നത് ആ സിനിമയിൽ ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മോശം പദപ്രയോഗങ്ങൾ ഫെസ്റ്റിവലിന് മാത്രമേ അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ അഭിനയിച്ചതെന്ന്, ആ രീതിയിൽ തന്നെ വഞ്ചിച്ചു എന്നാണ് ജോജു പറയുന്നത്. മറ്റൊരു വശത്ത് അവസാനത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും ജോജു പറഞ്ഞത് പണം തനിക്കൊരു പ്രശ്നമേ അല്ല, അതിനല്ല താൻ ഇത്രയും തർക്കിച്ചത്, ആ സിനിമയിൽ താൻ അഭിനയിച്ചത് തന്നെ വിശ്വാസവഞ്ചന നടത്തി എന്നതിൽ മാത്രമാണ് ജോജു ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ലിജോ ജോസ് പറയുന്നത് അങ്ങനെ ആരെയും തെറ്റിദ്ധരിപ്പിച്ചില്ല, പ്രത്യേകിച്ച് ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചില്ല. ജോർജുവിന്റെ കഥാപാത്രത്തിന് കൃത്യമായി തന്നെ ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. ജോജുവിന് ഈ സിനിമയെക്കുറിച്ചും കഥാപാത്രത്തെക്കുറിച്ചും ധാരണയുണ്ട്. അങ്ങനെ ഉള്ള തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല ഈ സിനിമയിലേക്ക് ജോജുവിനെ എത്തിച്ചതെന്നാണ് ലിജോ ജോസ് പറയുന്നത്. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ചുരുളി സിനിമാ വിവാദം ഇതോടുകൂടി അവസാനിക്കട്ടെ. കാരണം ഇനി ലിജോ ജോസ് പെല്ലിശ്ശേരിയും ജോജുവും സുഹൃത്തുക്കളാണ്. പക്ഷെ പ്രതിഫലമല്ല പ്രശ്നം. ഈ ചിത്രം താൻ അറിയാതെ ഇതിൽ അശ്ലീല ഭാഗങ്ങളടങ്ങിയ അസഭ്യവർഷമടങ്ങിയ ഈ ഭാഗങ്ങൾ OTT പ്രദർശിപ്പിച്ചതാണ് തനിക്ക് മനോവിഷമം ഉണ്ടാക്കിയതെന്നാണ് ജോജു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്.